കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ അന്തരിച്ചു. തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുവരെയായിരുന്നു അന്ത്യം. ഇന്നുച്ചയോടെ അദ്ദേഹം ജയിലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹം ജീവൻ വെടിയുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം കാരണം അദ്ദേഹത്തിന് ജയിലിൽ ചികിത്സ നൽകി വരികയായിരുന്നു. 80 വയസ്സായിരുന്നു. അതിനു പുറമെ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. 2018 ഡിസംബർ മാസം 31-നാണ് ഒരു സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ സജ്ജൻ കുമാറിന് ദില്ലി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത്. ഈ ശിക്ഷയെ തുടർന്ന് 2025 മറ്റൊരു കേസിൽ വീണ്ടും ഒരു ജീവപര്യന്തം കൂടി അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടു. അങ്ങനെ 2 വെവ്വേറെ ജീവപര്യന്തം ശിക്ഷ തീഹാർ ജയിലിൽ അനുഭവിച്ചു വരികയാണ് അന്ത്യമുണ്ടായത്. ഏറെ നാളായി അസുഖങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് ജയിൽ രേഖകൾ പറയുന്നത്. എന്തായാലും രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകങ്ങളിൽ ഒന്ന് തന്നെയാണ് സിഖ് വിരുദ്ധ കലാപത്തിനിടെയുണ്ടായ കൊലപാതകങ്ങൾ. 1984 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തത് സിഖ് വംശജരായ അംഗരക്ഷകരായിരുന്നു. നേരത്തെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം. ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിലേക്ക് സൈനിക നടപടിക്കായി ഇന്ദിരാഗാന്ധി ഉത്തരവിടുകയായിരുന്നു. ഇത് സിഖുകാരുടെ മതവികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്തി. ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി സിഖുകാരുടെ അംഗരക്ഷകരുടെ വെടിയേറ്റു മരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയൊട്ടുക്കും സിഖുകാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 2800 മുതൽ 3000-ഓളം സിഖുകാർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൽ 2000-ൽ പരം സിഖുകാരും കൊല്ലപ്പെട്ടത് ദില്ലിയിലാണ്. സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രവും പ്രധാന കേന്ദ്രവും ദില്ലിയായിരുന്നു. എങ്കിലും രാജ്യമൊട്ടാകെയുള്ള സിഖുകാർ അന്ന് ആക്രമിക്കപ്പെട്ടു. അത്തരം ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ ആണ് സജ്ജൻ കുമാർ എന്നാണ് പിന്നീട് കോടതി കണ്ടെത്തിയത്. സജ്ജൻ കുമാറിനെതിരെ 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ദില്ലി കണ്ടോൺമെൻറ്റ് കേസാണ്. ഈ കേസിൽ 5 സിഖുകാരെയാണ് സജ്ജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൊന്നുകളഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഗുരുദ്വാര കത്തിക്കുകയും ചെയ്തു. ഈ കേസിലാണ് ദില്ലി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ സജ്ജൻ കുമാറിന് വിധിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 2ാമത്തെ കേസ് സരസ്വതി വിഹാർ കേസാണ്. ഈ കേസിലും അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നു. സിഖുകാരനായ അച്ഛനും മകനെയും ജസ്വന്ത് സിംഗ്, തരുൺദീപ് സിംഗ് എന്ന് പറയുന്ന 2 പേർ, ജസ്വന്ത് സിംഗ് അച്ഛനും അദ്ദേഹത്തിൻ്റെ മകൻ തരുൺദീപ് സിംഗ്, അങ്ങനെയുള്ള 2 പേരെ ജീവനോടെ ആൾക്കൂട്ടം കത്തിക്കുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയതും സജ്ജൻ കുമാറാണ് എന്ന് പിന്നീട് തെളിയുകയായിരുന്നു. അങ്ങനെയാണ് 2 ജീവപര്യന്തം സജ്ജൻ കുമാറിന് അനുഭവിക്കേണ്ടി വന്നത്. ആദ്യം അദ്ദേഹത്തെ മണ്ടോളി ജയിലിലേക്കാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്നും കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് തിഹാർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. വിചാരണ കോടതി ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ 2013-ൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി സജ്ജൻ കുമാറിനെ വെറുതെ വിട്ടതായിരുന്നു. എന്നാൽ ആ വെറുതെ വിടലിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി പിന്നീട് കണ്ടെത്തി. ഈ കൊല്ലപ്പെട്ട സിഖുകാരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും പ്രോസിക്യൂഷനുമെല്ലാം ഉറച്ചു നിന്നതോടുകൂടി സജ്ജൻ കുമാറിന് ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷ ലഭിച്ചു. ഈ വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയാണ് സജ്ജൻ കുമാറിന് നൽകിയത്. തൊട്ടു പിന്നാലെ 2025 ഫെബ്രുവരിയിൽ മറ്റൊരു കേസിലും സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. അങ്ങനെ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ കാരണം വിചാരണ കോടതിയിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നേടിയ സജ്ജൻ കുമാർ പിന്നീട് 2018 ആയപ്പോഴേക്കും സജ്ജൻ കുമാറിനെ ഈ പറയുന്ന കൊലപാതകത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതിയും ചേർന്ന് കുരുക്കുകയായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ ഊഴമായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് മറ്റു കേസുകളൊന്നും വന്നില്ലെങ്കിലും പല ഘട്ടങ്ങളിലായി പരോളിനും ജാമ്യത്തിനുമൊക്കെ സജ്ജൻ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ സുപ്രീം കോടതി അക്കാര്യത്തിനൊന്നും വഴങ്ങിയില്ല. അതായത് ഒരു കാരണവശാലും ഈ ചെയ്ത കുറ്റകൃത്യം വെച്ച് നോക്കിയാൽ സജ്ജൻ കുമാറിന് ജാമ്യമോ പരോളോ നൽകാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച്
ആവർത്തിച്ച് നിലപാടെടുക്കുകയായിരുന്നു. കാരണം ഒരു തവണയല്ല, പലതവണ സജ്ജൻ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനൊന്നും സുപ്രീം കോടതി വഴങ്ങിയില്ല. ഒരു കാരണവശാലും ജാമ്യമോ പരോളോ അതുപോലെ തന്നെ ഇടക്കാല ജാമ്യമോ ലീവോ ഒന്നും തന്നെ സജ്ജൻ കുമാറിന് നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി 2018 മുതൽ അദ്ദേഹം തീഹാർ ജയിലിൽ തന്നെയാണ്. ആദ്യം കഴിഞ്ഞിരുന്ന മണ്ടോളി ജയിലിലെ കുറച്ച് ദിവസങ്ങൾ ഒഴിച്ചാൽ പിന്നീട് അദ്ദേഹം തീഹാർ ജയിലിൽ തന്നെയാണ്. തീഹാർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ തൻ്റെ ആരോഗ്യാവസ്ഥ മോശമാണ്, തൻ്റെ ശരീരഭാരം അത് 8 മുതൽ 10 വരെ കുറഞ്ഞു, മറ്റ് ചില അസുഖങ്ങളുണ്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ സജ്ജൻ കുമാർ ജാമ്യത്തിന് ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഏതായാലും ജയിലിലെ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പുറത്തുവിടാനുള്ള ചില ശ്രമങ്ങളും നടന്നിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായത്. മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘവും സജ്ജൻ കുമാറിനെതിരെ നിലയുറപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഉറപ്പിക്കുകയായിരുന്നു. വിചാരണ കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയെങ്കിലും ഹൈക്കോടതി പിടിമുറുക്കുകയായിരുന്നു. സുപ്രീം കോടതി സജ്ജൻ കുമാറിനെ തടവിൽ തന്നെ കുരുക്കിക്കിടത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഒടുവിൽ 80-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം അദ്ദേഹം കുഴഞ്ഞു വീണ് പിടഞ്ഞു മരിക്കുന്നു. തീഹാറിൽ നിന്ന് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിയ ഉടൻ ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കറുത്ത ഒരു അധ്യായമായി മാറിയ ഒരു കേസാണ് സിഖ് വിരുദ്ധ കലാപം. സിഖ് വിരുദ്ധ കലാപം ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് ആണ് ഉണ്ടായതെങ്കിലും ഭരണകൂടത്തിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ മൗനാനുവാദം ഈ കൊലപാതകത്തിനുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ദില്ലി പോലീസ് ഇതിനുവേണ്ടി കണ്ണടച്ചു കൊടുത്തു. ആരെയും കൊല്ലാനായി ഈ പറയുന്ന അക്രമാസക്തനായ ജനക്കൂട്ടത്തിന് മൗനാനുവാദം നൽകുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ, ഈ സജ്ജൻ കുമാറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നേരിട്ട് ഇത്തരം കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. അത്തരത്തിൽ നേതൃത്വം നൽകിയ ഒരാളാണ് സജ്ജൻ കുമാർ എന്ന് കോടതിയിൽ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു പ്രവർത്തകനും നേതാവും ഒക്കെയായിരുന്നു സജ്ജൻ കുമാർ. അദ്ദേഹം ദില്ലി കോൺഗ്രസ് ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലറായിരുന്നു. പിന്നീട് അദ്ദേഹം ലോക്സഭാംഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒന്നല്ല, 3 തവണയാണ് അദ്ദേഹം ലോക്സഭാംഗമായത്. 1980 മുതൽ 84 വരെ 7-ാം ലോക്സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1991 മുതൽ 96 വരെ 10-ാം ലോക്സഭയിലും 2004 മുതൽ 2009 വരെ 14-ാം ലോക്സഭയിലും അദ്ദേഹം ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് തിരിച്ചടിയേറ്റത്. 2018 ഈ സിഖ് വിരുദ്ധ കലാപ കേസുകളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ പദവികളെല്ലാം ഒഴിഞ്ഞെങ്കിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അംഗത്വം അത് നിലനിർത്തിയിരുന്നു. അങ്ങനെ അടിമുടി കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ് നേതാവായിരുന്ന ലോക്സഭയിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിയാണ് ഇങ്ങനെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലപാതകവുമായി ബന്ധമുള്ള 2 കേസുകളിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചതും ഇപ്പോൾ ജയിലിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നതും.